വയനാട്ടിലൊരു വലിയ ദുരന്തമുണ്ടായിരുന്നു. ഒരു ഉരുൾപൊട്ടലുണ്ടായി. ഭൂമി ദേവിക്ക് സഹിക്കാൻ വയ്യാത്ത കാര്യം ഉണ്ടായാൽ അമ്മ പ്രകോപിതയാവും. പക്ഷേ ഇതിലൊരുപാട് പാവപ്പെട്ട നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങൾ അതുണ്ടാകണമല്ലോ. അതുണ്ടാകും. ഒരു യുദ്ധം നടന്നാൽ എത്രയോ നിരപരാധികൾ ചാകുന്നു. ആരുടെ കുഴപ്പം? വലിയ വിവാദമാവും ഇത്. വിവാദമാവട്ടെ. മനുഷ്യഹൃദയത്തിൽ പിശാച് കുടികൊണ്ടാൽ ഇതൊക്കെ സംഭവിക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അനാശാസ്യ പ്രവർത്തനങ്ങളും മയക്കുമരുന്ന് കച്ചവടങ്ങളും ക്രൂരകർമ്മങ്ങളും നടന്നിരുന്ന ഒരു സ്ഥലമാണ് വയനാട്. സാറേ, ലക്ഷ്മി ദേവിയുടെ സ്ഥൂല ശരീരമാണ് ഭൂമിദേവി. ഈ ഭരണാധികാരികളായും പണക്കാരുമായ ഈ മൂടന്മാർ വിചാരിക്കുന്നത് ഭൂമിക്ക് കണ്ണും കാലും ഒന്നും ഇല്ലെന്നാണ്. ഇതുപോലെ മൂഢചിന്ത വേറൊന്നുമില്ല. നിങ്ങളുടെ ഭൂമി എവിടെയാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ അവർക്കറിയില്ല. അവരുടെ ഭൂമി എവിടെയാണെന്ന് അറിയില്ല. അടിയുന്നേ പോയല്ലോ. രാഗി ചെയ്യുന്നത് അതായത് ലൗകിക മോഹങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഒരു വ്യക്തി എന്തെങ്കിലും ഹിംസ നടത്തുന്നുവെങ്കിൽ, ഇപ്പം ഈ പറഞ്ഞ നേരത്തെ കാളിമാതാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഹിംസയുടെ വിഷയം വന്നല്ലോ, എങ്കിൽ അത് പാപമാകുന്നു. എന്നാൽ വിരാഗിയായ ഒരാൾ ലൗകിക ജീവിതം ത്യജിച്ച് എല്ലാം നശ്വരമാണ്, ഭൗതികമായി നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നതും മനസ്സുകൊണ്ടറിയുന്നതുമായ സകലതും നശ്വരമാണ്, അർത്ഥശൂന്യമാണ് എന്ന ചിന്ത ദൃഢമാക്കി മനസ്സിൽ വയ്ക്കുകയും അവൻ തപസ് ചെയ്ത് ബ്രഹ്മസായുജ്യം നേടുകയും ചെയ്യുന്നവൻ വിരാഗിയാണ്. അവൻ്റെ കൈകൾ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ പാപമില്ല, അത് ഹിംസയാകുന്നില്ല. ഒരു ജീവി ഹിംസിക്കപ്പെടുന്നുവെങ്കിലും അത് ഹിംസയായി കണക്കാക്കാനാവില്ല. കാരണം കൂടി അദ്ദേഹം പറഞ്ഞു. ജനകൻ്റെ ബുദ്ധി അതാണ് സാറേ. ജനകനെ രാജാക്ഷിയെന്ന് ചുമ്മാ വിളിക്കല്ല. എന്തു കാരണം ഞാൻ തന്നെ പറയാം. വിരാഗി ചെയ്യുന്ന കർമ്മം ബ്രഹ്മത്തിലാണ് ചെന്നു ചേരുന്നത്. അവൻ്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണ്. ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ഒന്നിലധികമോ പ്രാണികളെ കൊല്ലുന്നത് പാപമേ അല്ല. വ്യാസപുത്രനായതുകൊണ്ടാണ് മകനെ ഞാൻ നിന്നോട് പറയുന്നത്, നീ വിവാഹിതനാവുക തന്നെ വേണം. നീ ഉദ്ദേശിക്കുന്ന പരമമായ ലക്ഷ്യസ്ഥാനമെന്ന് പറയുന്ന മോക്ഷം കൈവരിക്കണമെങ്കിൽ നീ വിവാഹ ജീവിതം നീ ചിന്തിക്കുന്നത് ശരിയാണ്, ദുരിതപൂർണമാണ്, കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. ലൗകിക ജീവിതമെന്ന് പറയുന്നത് ഒരു സ്ത്രീ, പ്രത്യേകിച്ചും മായാബദ്ധയായ ഒരു സ്ത്രീയോടൊപ്പമുള്ള ജീവിതം ദുരിതപൂർണമായിരിക്കും. പക്ഷേ ആ ദുരിതം അനുഭവിക്കാത്ത ഒരുവനും ബ്രഹ്മപദത്തിലെത്തില്ല. അതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്ന ബ്രഹ്മസാക്ഷാത്കാരം നേടണമെങ്കിൽ തീർച്ചയായും നീ ലൗകിക ജീവിതം കുറച്ചു കാലമെങ്കിലും അനുഭവിക്കുക തന്നെ വേണം. നിൻ്റെ പിതാവായ വ്യാസമഹർഷി ചതുർവിധത്തിലുള്ള ആശ്രമത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചത് നീ എന്തേ പഠിക്കാത്തത്? ഉപനിഷത്തുകളും വേദങ്ങളും ഛന്ദസ്സുകളും ദർശനങ്ങളും അടങ്ങുന്ന ഗ്രന്ഥസമുച്ചയം മുഴുവനും ഹൃദയസ്ഥമാക്കിയ നീ ഈ സത്യം എന്ത് മറന്നു? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. രോഗിസാറെ, ഭാരതത്തിലെ ഏറ്റവും ശക്തമായ, ദൃഢമായ, പവിത്രമായ ഒരു സന്ദേശമാണിത്. ഒരുത്തൻ ലൗകിക ജീവിതം അനുഭവിക്കാതെ നേരിട്ട് ബ്രഹ്മചര്യത്തിൽ നിന്ന് ഈ ഒറ്റ ചാട്ടം ചാടി ഒരു കാവ്യ കുടിച്ച സന്യാസിയായാൽ അവൻ ഈ സമൂഹത്തിന് വിപത്തുകളുണ്ടാക്കും. എൻ്റെ പച്ച ഭാഷയെ പറഞ്ഞ പെമ്പിളർക്ക് മര്യാദയ്ക്ക് അടക്കാൻ പറ്റാതെ വരും. ഇത് ക്രാന്തദർശിയും ത്രികാലജ്ഞാനിയുമായ വ്യാസമഹർഷി കണ്ടതുകൊണ്ടാണ് ബ്രഹ്മചര്യം കഴിഞ്ഞാൽ ഒരുത്തൻ കല്യാണം കഴിക്കണം. ലൗകികത എന്തെന്നറിയണം. കഷ്ടപ്പാട് നിറഞ്ഞതായിരിക്കാം, അത് സമ്മതിക്കുന്നു. പക്ഷേ ആ കഷ്ടപ്പാട് അനുഭവിക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. അതവൻ്റെ കർമ്മത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അവനിക്ക് സംശയമുണ്ട്. ഈ ബ്രഹ്മചാര്യം കഴിഞ്ഞ് അദ്ദേഹം ലൗകിക ജീവിതത്തിലേക്ക് പോയതിനു ശേഷം വീണ്ടും മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ണറായിട്ടിരുന്ന ആൾ എന്ത് ചെയ്യും? എങ്ങനെ?
ഇപ്പോൾ ലൗകിക ജീവിതത്തിലേക്ക് പോവുക, ഒരു കുടുംബ ജീവിതത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു പങ്കാളി ഉണ്ടാവും. തീർച്ചയായിട്ടും. പിന്നീട് വീണ്ടും ഇത് സന്യാസം സ്വീകരിക്കുമ്പോൾ ഭാര്യയെ കളയണമെന്നോ നിർബന്ധമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഇല്ല. ഭാര്യയെ ത്യജിക്കണമെന്നോ, ഭാര്യയെ ഡൈവേഴ്സ് ചെയ്തിട്ട് ഒരുത്തൻ സന്യാസിയാക്കണമെന്നോ വ്യാസമഹർഷി പറയുന്നില്ല. അന്നവസ്ത്രാദികൾ കൊടുത്ത് അവളെയും ധർമ്മം പഠിപ്പിച്ച് ആശ്രമത്തിൽ അവളെയും പാർപ്പിക്കണം. ജനകരാജർഷിയുടെ കൊട്ടാരത്തിൽ തന്നെ ആചാര്യനായിരുന്നല്ലോ യാജ്ഞവൽക്ക മുനി, അറിയാമല്ലോ. യാജ്ഞവൽക്ക മുനിക്ക് 2 പത്നിമാരുണ്ടായിരുന്നല്ലോ, മൈത്രേയി മാതാവും ഗാർഗി മാതാവും. ഈ 2 പേര് മഹാവിദൂഷികളായിരുന്നു. ആ മാതാവാണ്, ഗാർഗി മാതാവാണ് ജനകൻ്റെ യഥാർത്ഥ പുത്രിയായ, ജനകൻ്റെ ഭാര്യയുടെ പേര് സുനയന എന്നാണല്ലോ, സുനയന. സുനയനയുടെയും ജനകൻ്റെയും യഥാർത്ഥ പുത്രി എന്ന് പറയുന്നത് ഊർമിളയാണല്ലോ. അത് തർക്കമില്ലല്ലോ. സീത വളർത്തുപുത്രിയല്ലേ. ആ ഊർമിള സരസ്വതീ ദേവിയുടെ അവതാരമാണെന്നും സീതയേക്കാൾ തിളക്കമാർന്ന ബുദ്ധിയാണ് ഊർമിളയുടേതെന്നും പറഞ്ഞത് ഗാർഗി മാതാവാണ്. ആരോട് പറഞ്ഞു? സുനയനോടും പറഞ്ഞു, ജനകരോടും പറഞ്ഞു. കാരണം സീത 1 വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങളെല്ലാം സീത വീട്ടിലിരുന്ന് വായിക്കുന്നത് കേട്ട് ഈ കുഞ്ഞ് പഠിച്ചു, ഊർമിള. അപ്പോൾ സരസ്വതി ദേവിയുടെ അവതാരമാണ് ഭാവിയിൽ പിന്നീട് ലക്ഷ്മണ പത്നിയായി വന്ന ഊർമിള. അപ്പം ജനകരാജർഷിയുടെ സദസ്സിലെ ഉള്ളവരെല്ലാം മഹാപണ്ഡിതന്മാരായിരുന്നു. എൻ്റെ അടുത്ത ഇറങ്ങാൻ പോകുന്ന പുസ്തകം, സാറിൻ്റെ ഈ ശിവദർശനം കഴിഞ്ഞാൽ അടുത്ത തിരുവനന്തപുരത്ത് ഒരു പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന പുസ്തകം ഊർമിളയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്, മഹാതപസ്വിനി. അത് എഴുതി തീർത്തു. ഇത്രയും പറഞ്ഞതുകൊണ്ട് സ്വാമിയുടെ ശിവദർശനം എന്ന പുസ്തകം അബാക് പബ്ലിക്കേഷൻസ് അണിയറയിൽ ഒരുക്കുകയാണ്. ഉടനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അത് ആ ശിവദർശനം സാറിന് ഒരു അബാക് പബ്ലിക്കേഷന് വലിയൊരു സൽപ്പേരുണ്ടാക്കും. അതിൽ ഒരു സംശയം വേണ്ട. എനിക്കത് വിശ്വാസമുണ്ട്. കാരണം കൊറോണ കാലത്ത് വെറുതെ കിടന്നുറങ്ങുന്നത് സന്യാസിക്ക് ചേർന്നതല്ല എന്ന് വിചാരിച്ച് ഞാൻ ആ സമയം മുഴുവനെടുത്ത് നന്നായി പഠിച്ചു. കാരണം തിരുവനന്തപുരത്ത് ദൂരദർശൻ ചാനൽ വന്നപ്പോൾ 500 എപ്പിസോഡ് ഊർമിളയെക്കുറിച്ച് ഞാൻ എഴുതി. അവർ ചോദിച്ച വലിയ തുക കീഴിലെടുക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ, അന്ന് കമ്പ്യൂട്ടറില്ല, ടൈപ്പേ ഉള്ളൂ, 7 കോപ്പി കൊടുക്കണം. ഇപ്പം 3 കോപ്പി കണ്ട കൊടുത്താൽ മതി. ഓരോ എപ്പിസോഡിൻ്റെയും 7 കോപ്പി കൊടുക്കണം. അങ്ങനെ 500 എപ്പിസോഡിൻ്റെ 7 കോപ്പിയാകുമ്പം സാർ ആലോചിച്ച് നോക്കണം, ടൈപ്പ് ചെയ്യണം. അത്രയും ടൈപ്പ് ചെയ്ത് കെട്ടി 2 അംബാസഡർ കാറിൻ്റെ ബാക്കിലും ഡിക്കിയിലുമായിട്ടാണ് ഈ സാധനം തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തെ കൊണ്ട് കൊടുത്തത്. അന്ന് അവിടുത്തെ ഡയറക്ടർ രുക്മിണി അമ്മയായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനന്തരവളായിരുന്നു. ചട്ടമ്പി സ്വാമി തിരുവടികളുടെ ട്രസ്റ്റ് കണ്ണമ്പൂലം ഉണ്ടായിരുന്നു. അതിൻ്റെ ജനറൽ സെക്രട്ടറി ഞാനായിരുന്നു. പ്രസിഡൻ്റായിരുന്ന ഗോപിനാഥൻ നായർ സാറുണ്ട്. അദ്ദേഹത്തിൻ്റെ അനന്തരവളാണ് ഈ പറയുന്ന രുക്മിണി അമ്മ. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ഈ സാമ്പത്തിക വിഷയങ്ങളൊക്കെ ഉള്ളവർക്ക് അന്ന് അതിൽ കയറാൻ പറ്റും. അപ്പോൾ അത് റിജക്റ്റ് ചെയ്തു. അവർ വായിക്കുകയും ചെയ്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ധർമ്മപത്നി ബിന്ദുവിന് കുറച്ചു കാലത്തേക്ക് അടുക്കളയിൽ വിറവ് വാങ്ങാതെ കഴിയാമല്ലോ എന്ന് വിചാരിച്ചു അടുക്കളയിൽ അഗ്നിക്ക് സമർപ്പിച്ചു. തിരിച്ചെടുത്തു. തിരിച്ച് കാമ്പ അതേപോലെ വണ്ടിയിൽ തന്നെ കൊണ്ടുവന്ന് അടുക്കളയിൽ തള്ളി കൊടുത്ത് കുറേശ്ശെ 8-10 പേപ്പർ കണക്കിന് ചുരുട്ടി അടുപ്പിൽ വയ്ക്കാൻ ഉപയോഗിച്ചു. പക്ഷേ അതെൻ്റെ തലയ്ക്കകത്ത് ഊർമിള കിടന്നു. അതുകൊണ്ട് ഊർമിളയ്ക്ക് എന്തായാലും ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഒരു പുനർജന്മം കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ കൊറോണ കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകമാണ് മഹാതപസ്വിനി. ശ്രീരാമൻ പോലും നിത്യവും ഊർമിളയുടെ പാദങ്ങൾ നമസ്കരിക്കുമായിരുന്നു. അതൊരു രഹസ്യമാണ്. ഇപ്പം ഞാൻ പറയുന്നില്ല, ഗ്രന്ഥത്തിൽ സാറിന് മനസ്സിലാവും. അത് ഏത് പബ്ലിക്കേഷനാണ് പുസ്തകം ഇറക്കുന്നത്? അത് പലരും ചോദിച്ചിട്ടുണ്ട്.
അതാ ബാക്ക് പബ്ലിക്കേഷൻ തന്നെ ആയിരിക്കും. അതാണ് സ്വാമി മനസ്സിൽ വിചാരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അബാക്കല്ല. അല്ല, സാറിന് എത്ര പുസ്തകം വേണോ ഞാൻ തരാം. സ്വാമി ഊർമിള മഹാതപസ്വിനി എല്ലാവിധ ആശംസകളും. ശിവപുരാണം അണിയറയിൽ ശിവദർശനം സാറിന് ഞാൻ പറഞ്ഞല്ലേ, അതൊരു നല്ല ഞാൻ എഴുതിയത് കൊണ്ട് പറയല്ല, പലരും വായിച്ചതാണ്, മഹത്തുക്കൾ വായിച്ച കൃതിയാണ്. അല്ല, ഞാൻ എന്തുകൊണ്ടാണ് അങ്ങയുടെ ശിവദർശനം മതി, എനിക്ക് അങ്ങയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന എനിക്ക് ശിവദർശനം മതി എന്ന് പറയുന്നതിൻ്റെ കാരണം, ഞാനൊരിക്കൽ മണികണ്ഠൻ പള്ളിക്കൽ സാറിനെ കാണുമ്പോൾ അങ്ങ് അദ്ദേഹത്തിൻ്റെ ടേബിളിൽ ഒരുപാട് പുസ്തകങ്ങൾ ഇരിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ഒരു ശിവപുരാണം ഇരിപ്പുണ്ട്. എന്നിട്ട് എന്നോട് എടുത്തിട്ട് തന്നിട്ട് പറഞ്ഞു, മാഞ്ഞു പോയ പടം. എന്നോട് എടുത്തിട്ട് പറഞ്ഞു, സാറേ യജ്ഞങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇപ്പോഴും റെഫർ ചെയ്യുന്ന പുസ്തകമാണ്, ഇതാരാ എഴുതിയതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വളരെ തന്ത്രപരമായിട്ട് ഈ കവറ് മറിച്ചു നോക്കിയപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന പേര് എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു പേരാണ്. സ്വാമി അദ്വൈതാനന്ദപുരി അല്ല, അങ്ങയുടെ പൂർവാശ്രമത്തിലെ പേരാണ്. അപ്പോൾ ഞാൻ ഇതാരാണ് സാറേ എന്ന് ചോദിച്ചപ്പോഴാണ് ഇത് നമ്മുടെ അദ്വൈതാനന്ദപുരി സ്വാമി എഴുതിയ പുസ്തകമാണ്, ഇതിൻ്റെ ഒരു മഹത്വം ഭയങ്കരമാണ്, ഇത്രയും മനസ്സിലാകുന്ന ഭാഷയിൽ ശിവപുരാണം ഞാൻ വേറെങ്ങും വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെയാണ് അവിടുന്ന് പുറത്തിറങ്ങി സ്വാമിയെ വിളിച്ചിട്ട് സ്വാമിയുടെ ശിവദർശനം എന്തായാലും അതിനേക്കാൾ ഒരു ബെറ്റർ വേർഷൻ ആയിരിക്കുമല്ലോ ശിവദർശനം പിന്നീട് എഴുതുമ്പോൾ, അതുകൊണ്ട് അത് ഞാൻ പബ്ലിഷ് ചെയ്യാം എന്ന് പറഞ്ഞത്. അപ്പോൾ അത് താമസിയാതെ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. സാറേ, ശിവപുരാണം എഴുതാൻ എനിക്ക് 6 മാസം എടുത്തു. ഞാൻ ദിവസം 14-12 മണിക്കൂർ 14 മണിക്കൂറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ ശിവപുരാണം പൂർത്തിയാക്കിയത്. ഒരേ കണക്കിന് എല്ലാ ദിവസവും ഈ സമയം ഉപയോഗിക്കുമായിരുന്നു ഞാൻ. ജപം കഴിഞ്ഞാൽ എഴുത്തും. ശിവദർശനത്തിന് അതിനേക്കാൾ കൂടുതൽ സമയമെടുത്തു. കാരണം ശിവപുരാണം കൂടുതലും കഥകളുമായി, മഹാദേവൻ പാർവതി പരിണയവുമായി ബന്ധപ്പെട്ട കഥകളുമായി ബന്ധപ്പെട്ടതാണ് ശിവപുരാണം. ഇതങ്ങനെയല്ല. ശിവം എന്ന് പറയുന്ന വാക്കെന്താണ്, അതെങ്ങനെ ഉത്ഭവിച്ചു? ശിവം സർവമംഗളമെന്നാണല്ലോ വാക്കിനർത്ഥം. ഈ മംഗളം ഒരാളിന് മംഗളകരമായ ഐശ്വര്യപൂർണമായ ഒരു ധന്യ ജീവിതം വേണമെങ്കിൽ മനസ്സ് എന്താവണം, മനസ്സിൽ എന്ത് ചിന്തകൾ ഉത്ഭവിക്കണം, നെഗറ്റീവിനെ എങ്ങനെ കളയണം, വളരെ ഡീപ്പായി ആലോചിച്ച ഒരു കൃതിയാണ് ശിവദർശനം. അതാണ് ഞാൻ പറഞ്ഞത്, അബാക്ക് ചാനലിന് അതൊരു പുണ്യം തന്നെയായിരിക്കും. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഈ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നൊരു പ്രമാണമുണ്ട്. ഞാൻ എഴുതിയത് കൊണ്ട് എൻ്റെ കൃതി ഗംഭീരമാണ് അങ്ങ് എഴുതിയത് കൊണ്ട് അങ്ങയുടെ കൃതി അങ്ങേക്ക് പ്രിയപ്പെട്ടതാകുന്നത് പോലെ അബാക്ക് അത് പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് അബാക്കിനും പ്രിയപ്പെട്ടതാണ്. അബാക്കിന്റെ പ്രേക്ഷകരെന്ന നിലയിൽ ഇത് കാണുന്ന ആളുകൾക്കും അത് പ്രിയപ്പെട്ടതാണ്. അബാക്ക് വഴി ഇത് വായനക്കാരുടെ കയ്യിലെത്തുമ്പോൾ തീർച്ചയായിട്ടും സാറിന് അപ്രിസിയേഷൻ ഉണ്ടാവും. ഉറപ്പായും കൂടുതൽ ഭഗവാന്റെ വായനക്കാർ സാറിനെ വിളിച്ച് പറയും, രോഹിത് സാറേ ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. ആ വാക്ക് മതിയല്ലോ നമുക്ക്. ഉറപ്പായിട്ടും വായനക്കാരിൽ നിന്ന് ആ ഒരു സാമ്പത്തിക ലാഭം എന്നുള്ളതല്ലല്ലോ ഓരോ പുസ്തകവും നമ്മൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അനുഭവമുണ്ട്. ഞാനൊരു ഒരാളെ തിരക്കി ഒരുപാട് ദൂരം വാഹനം ഓടിച്ച് അവിടെ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ വാഹനമൊക്കെ ഓടിച്ച് ഇവിടെ വരെ വന്നിട്ട് ഇത് വീഡിയോ കൊണ്ടുവന്നപ്പോൾ യൂട്യൂബിലിട്ടാൽ നിങ്ങൾക്ക് ആ യൂട്യൂബിൽ നിന്ന് അതിലും വലിയ അത്രയും കൂടുതൽ വരുമാനം ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ പണം മാത്രം നോക്കി കാര്യങ്ങൾ ചെയ്യാൻ വിശ്വാസമാണ്. സാറ് പറഞ്ഞത് ശരിയാണ്. ഞാൻ അത് മണികണ്ഠൻ പള്ളിക്കലുമായിട്ടേ ഞങ്ങൾ തമ്മിൽ നല്ല ആത്മബന്ധമല്ലേ, അറിയാമല്ലോ. അതെ, ഉറപ്പായിട്ടും. അപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പരിചയപ്പെടുന്നത് തന്നെ സാറിനെ പരിചയപ്പെടുന്ന മണികണ്ഠ സാറിന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്വാമിയുടെ സ്വഭാവം അനുസരിച്ചുള്ള ഒരു ചാനലുണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ ചോദിച്ചു അതിങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് രോഹിത് എന്നാണ്. അങ്ങനെയാണ് സാറിനെ എന്നെ പരിചയപ്പെടുന്നത്. നമ്മൾ അപ്പോൾ മണികണ്ഠ സാറ് പറഞ്ഞിട്ടുണ്ട്, വെറുതെ പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള രീതിയല്ല അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ഒരു സാത്വിക ഗുണങ്ങളുള്ള നല്ലൊരു അച്ഛൻ്റെയും അമ്മയുടെയും നല്ല കുടുംബത്തിൽ ജനിച്ച ആളാണ്. സ്വാമിയുടെ ഈ നിസ്വാർത്ഥമായ രീതി അനുസരിച്ച് രോഹിത് സാറ് സ്വാമിക്ക് ചേരും. അന്ന് എറണാകുളത്ത് അദ്ദേഹം ഇവിടെ തേവരയിലെന്തോ സപ്താഹത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയുടെ വീട്ടിൽ വൈറ്റിലയിൽ സാറ് സപ്താഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ദൂരോട്ടൊന്നും എൻ്റെ ഈ യാത്ര പ്രായം കൊണ്ടും ബുദ്ധിമുട്ടുകൊണ്ടും എനിക്ക് യാത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് സാർ എന്നെ വൈറ്റിലേക്കൊക്കെ വിളിക്കാത്തത്. അപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ ഇങ്ങനെ വൈറ്റിലയിൽ ഇപ്പം സപ്താഹത്തിലാണ്, അപ്പം സ്വാമിജിയെ ഞാൻ പരിചയപ്പെടുത്തരാന്ന് പറഞ്ഞ നമ്പർ. സ്വാമിജിക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, അതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് എൻ്റെ ദേശദേവതയായ
നേരില ശ്രീ ഭദ്രകാളി അവിടെ ക്ഷേത്രം 2 പ്രാവശ്യം വന്നിട്ടുണ്ട് ഞാൻ. സപ്താഹത്തിന് ഭദ്രദീപം കളിക്കാൻ എത്തിയപ്പോൾ അങ്ങേക്ക് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചപ്പോൾ ഞാനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ കമ്മിറ്റിയിലും ഉണ്ടായിരുന്നു. ഞാനാണ് മണികണ്ഠൻ പള്ളിക്കൽ സാറിനെ അവിടത്തേക്ക് ആചാരനായി കൊണ്ടുവന്നത്. അങ്ങനെ ഒരു ബന്ധം നമുക്ക് മുന്നേ ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ ഈ ഫ്ലവേഴ്സിലെ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ കുടുംബക്ഷേത്രം കൂടെ അല്ലേ അത്? കുടുംബക്ഷേത്രമല്ല, അവരുടെയൊക്കെ ദേശദേവത. ജ്യേഷ്ഠൻ ആ കമ്മിറ്റിയിലുണ്ട്. അതെ, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകനും ഞാനും ഒക്കെ അന്ന് സമദേഹങ്ങളായിരുന്നു. അന്ന് നമ്മൾ വലിയ പരിചയമില്ല. അതെ, ഞാൻ 2 പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്, എനിക്കറിയാം. 2 തവണ വന്നപ്പോഴും ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു കണക്ഷൻ കൂടി നമ്മൾ തമ്മിലുണ്ട്. ഞാനത് വെച്ചതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഭദ്രകാളി ഉപാസനയിലേക്ക് മടങ്ങി വരാം. ഞാൻ ചോദിച്ചു പോയത് ഈ കാളി ഉപാസകർ മൃഗങ്ങളെ അറക്കുന്നത് ധർമ്മമാണോ എന്നുള്ളത്. അതിന് കൃത്യമായ ഒരു ഉത്തരം പറഞ്ഞു. ആ ഉത്തരത്തിൽ മറ്റൊന്നു കൂടിയുണ്ട്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന മറ്റൊരു സംശയമാണ്. ഇപ്പൊ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ്. പലപ്പോഴും രാഷ്ട്രീയമായ വിയോജിപ്പുകൾ പലതും പറയാറുണ്ടെങ്കിലും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംശയമാണ്, ഒരു സന്യാസിയായ മനുഷ്യന് എങ്ങനെയാണ് കൃത്യമായി അവിടെ നിയമം നടപ്പിലാക്കാൻ പറ്റുക? കാരണം അവിടെ ചിലപ്പോൾ അദ്ദേഹം നടത്തുന്ന ഈ അക്രമം, സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളൊക്കെ നടത്തുന്നവരുടെ വീടിടിച്ചു പൊളിക്കലും ഷൂട്ടഡ് ഫസൈറ്റും ഒക്കെ പ്രഖ്യാപിക്കുന്ന ഒരു ഭരണാധികാരി ആയതുകൊണ്ട് തന്നെ ഒരു സന്യാസിക്ക് ഇത് ധർമ്മമാണോ എന്ന് ചോദിച്ചിരുന്നു. എൻ്റെ മനസ്സിൽ പലപ്പോഴും ചിന്തിച്ചിരുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം കൂടി അങ്ങ് പറഞ്ഞ കഥയിൽ നിന്ന് എനിക്ക് കിട്ടി എന്നുള്ളതാണ്. കിട്ടി. ഇനി അതിനൊരു എക്സ്പ്ലനേഷൻ വേണ്ട, അത് പ്രേക്ഷകർക്കും ആ എപ്പിസോഡ് അങ്ങയുടെ ആ കഥ കേൾക്കുമ്പോൾ മനസ്സിലാകും. സാറിന് എന്നെ അറിയാമല്ലോ, ഞാൻ പറയാതെ. ഒരു ഉരുൾപൊട്ടലുണ്ടായി, എത്ര ആളുകൾ മരിക്കും, എത്ര പ്രാണികൾ മരിക്കും. മനുഷ്യൻ മരിക്കുന്നതും ഒരു പട്ടി മരിക്കുന്നതും ഒരേ വിലയാണ്, ഒരേ ജീവന് വിലയാണല്ലോ, ഒരേ ജീവനാണ് അല്ലേ? അവിടെ നമുക്ക് വ്യത്യാസം കാണാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ വയനാട് വന്നു, വയനാട്ടിലൊരു വലിയ ദുരന്തമുണ്ടായല്ലോ. ഈ ഞാനെന്ന ഭാവത്തോടു കൂടി ഞങ്ങൾ കോടീശ്വരനാണ്, എനിക്ക് കാറുണ്ട്, കൊട്ടാരമുണ്ട്, എസ്റ്റേറ്റുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് മറ്റുള്ളവരെ പുച്ഛമായി കണ്ടിരുന്ന ആളുകൾ എന്ന കോടീശ്വരന്മാരുടെ വീടുകൾ വിളിച്ചുപോയി. സാറേ, വില്ലേജ് ഓഫീസേഴ്സ് വന്നപ്പോൾ നിങ്ങളുടെ ഭൂമി എവിടെയാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ അവർക്കറിയില്ല. അവരുടെ ഭൂമി എവിടെയാണെന്ന് അറിയില്ല. അടിയുന്നേ പോയല്ലോ, അല്ലേ? സാർ ആലോചിച്ച് നോക്കണം. മനുഷ്യൻ്റെ മനുഷ്യഹൃദയമാണ്, മനുഷ്യഹൃദയത്തിലാണ് ഈശ്വരന്മാർ കുടികൊള്ളുന്നത് എന്ന സത്യം എത്ര പ്രബലമാണെന്നറിയാമോ? മനുഷ്യഹൃദയത്തിൽ പിശാച് കുടികൊണ്ടാൽ ഇതൊക്കെ സംഭവിക്കും. ഭൂമിയിൽ വയനാട്ടിലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അനാശാസ്യ പ്രവർത്തനങ്ങളും മയക്കുമരുന്ന് കച്ചവടങ്ങളും ക്രൂരകർമ്മങ്ങളും നടന്നിരുന്ന ഒരു സ്ഥലമാണ് വയനാട്. അല്ലെന്ന് സാറ് പറയേണ്ട, എൻ്റെ മുമ്പിൽ തെളിവുകളുണ്ട്. ഇന്നത്തെ തലമുറയിലല്ലല്ലോ, ഇന്നത്തെ ഈ അടുത്ത കാലത്ത് ഇതുണ്ടായതിൻ്റെ കാരണം അതാണ്. വലിയ വിവാദമാവും ഇത്. വിവാദമാവട്ടെ. ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകളും, അതായത് പാപകർമ്മങ്ങൾ. ഭൂമി ദേവിക്ക് സഹിക്കാൻ വയ്യാത്ത കാര്യം ഉണ്ടായാൽ അമ്മ പ്രകോപിതയാവും. പക്ഷേ ഇതിലൊരുപാട് പാവപ്പെട്ട നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങൾ അതുണ്ടാകണമല്ലോ. ഒരു യുദ്ധം നടന്നാൽ എത്രയോ നിരപരാധികൾ ചാകുന്നു. ആരുടെ കുഴപ്പം? സാറേ, ലക്ഷ്മി ദേവിയുടെ സ്ഥൂല ശരീരമാണ് ഭൂമിദേവി. ഈ ഭരണാധികാരികളായും പണക്കാരുമായ ഈ മൂടന്മാർ വിചാരിക്കുന്നത് ഭൂമിക്ക് കണ്ണും കാലും ഒന്നും ഇല്ലെന്നാണ്. ഭൂമിക്ക് കണ്ണും കാലും ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്കിവിടെ എന്തും ആകാമെന്നാണ്. ഇതുപോലെ മൂഢ ചിന്ത വേറൊന്നുമില്ല.